നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു ഓലപ്പടക്കം. പാകിസ്ഥാന്റെ രോമത്തിൽ തൊടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ ഭീകര ഗ്രൂപ്പുകളിലെ സൈറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ പാക് സർക്കാരിനെയും പാക് പട്ടാളത്തെയും പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നുമൊക്കെ പുറത്തുവരുന്ന പോസ്റ്റുകളും മീമുകളും ഒക്കെയാണ് ഇത്. അതായത് ഇന്ത്യ ഞങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തി എന്നൊക്കെയാണ് പാകിസ്ഥാനിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ നെഞ്ചും വിരിച്ച് നിൽക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. പാകിസ്ഥാന് 8ന്റെ അല്ല 16ന്റെ പണിയും അടിയുമാണ് കിട്ടിയതെന്ന്. അതും പാക് പട്ടാളത്തിൽ നിന്ന് തന്നെയാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കിട്ടിയ അടിയുടെ നാണക്കേട് മറയ്ക്കാൻ ഇന്ത്യക്കെതിരെ ഗീർവാണം അടിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് മൂട്ടിൽ തന്നെ വീണാണ് പൊട്ടിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാക് വ്യോമതാവളമായ ഭൊലാരിയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അവരുടെ വിലയേറിയ അവാക്സ് വിമാനം തകർന്നുവെന്ന് പാകിസ്ഥാൻ വ്യോമസേന മുൻ മേധാവിയുടെ വെളിപ്പെടുത്തൽ. വായുവിലൂടെയുള്ള ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനവും ഘടിപ്പിച്ച വിമാനമാണ് അവാക്സ്. പാക് വ്യോമസേനാ മേധാവിയായിരുന്ന റിട്ടയർഡ് എയർ മാർഷൽ മസൂദ് അക്തറാണ് ഒരഭിമുഖത്തിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം ഇതുവരെ അവരുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ പടച്ചുവിട്ടുകൊണ്ടിരുന്നത് ഇന്ത്യ ഞങ്ങളെ തൊട്ടില്ല, ഞങ്ങൾ തിരിച്ചടിച്ചു, ഇന്ത്യയുടെ വിമാനങ്ങൾ ചിതറിച്ചു എന്നൊക്കെയാണ്. അങ്ങനെ പോസ്റ്റുകളൊക്കെ പടച്ചു വിട്ടുകൊണ്ട് പാക് പട്ടാളത്തെ അനുകൂലിക്കുന്നവരിൽ വലിയൊരു ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ. അതിനിടയിലാണ് സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ മുഖമടച്ച് കരണം പുകയുന്ന അടി കിട്ടിയിരിക്കുന്നത്. കറാച്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഭൊലാരി വ്യോമതാവളത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും മക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളും സ്ഥിരീകരിച്ചിരുന്നു. അവർ തുടർച്ചയായി 4 ബ്രഹ്മോസ് മിസൈലുകൾ പ്രയോഗിച്ചു. പൈലറ്റുമാർ അവരുടെ വിമാനങ്ങൾ സുരക്ഷിതമാക്കാൻ പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ മിസൈലുകൾ വന്നുകൊണ്ടിരുന്നു. നിർഭാഗ്യവശാൽ 4ാമത്തേത് നമ്മുടെ അവാക്സ് നിലയുറപ്പിച്ചിരുന്ന ഹാങ്കറിൽ പതിച്ചു. അത് തകർന്നു. ആളപായവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അഭിമുഖത്തിനിടെ മസൂദ് അക്തർ വ്യക്തമാക്കി. ഭൊലാരിയിലേത് പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ വ്യോമതാവളമാണ്. 2017 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാകിസ്ഥാന്റെ ആധുനിക വ്യോമതാവളത്തിൽ 2020 ചൈനയുമായി ഷഹീൻ 9 എന്ന പേരിൽ വ്യോമാഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. മെയ് 10-നാണ് ഭൊലാരി ഉൾപ്പെടെ പാകിസ്ഥാന്റെ 11 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇതിൽ നിരവധി തകർച്ചയും പ്രതിസന്ധികളും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മറച്ചു വയ്ക്കാനായിരുന്നു പാകിസ്ഥാൻ പട്ടാളം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യ ആക്രമണം നടത്തിയതിൻ്റെ തെളിവുകൾ സഹിതമാണ് പുറത്തുവിട്ടത്. അതായത് കെട്ടിടങ്ങൾ തകർന്നതിൻ്റെയും ആ പ്രധാനപ്പെട്ട മേഖല മുൻപുണ്ടായിരുന്ന ചിത്രവും ഇപ്പോഴുണ്ടായിരുന്നതും ഒക്കെ വെളിവാക്കിയാണ് ഇന്ത്യ തെളിവുകൾ സഹിതം പുറത്തുവിട്ടത്. എന്നാൽ പാകിസ്ഥാൻ അപ്പോഴും ഗീർവാണം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല, ഇന്ത്യയുടെ ആക്രമണങ്ങളെ നമ്മൾ ചെറുത്തു എന്നൊക്കെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും പോസ്റ്റുകൾ പുറത്തു പോയിരുന്നു. എന്നാൽ അതിനെയെല്ലാം അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞ് അവരുടെ കള്ളം മുഴുവൻ പൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററിയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ്റെ ഈ വെളിപ്പെടുത്തൽ. ഇതിലും വലിയ അടിയൊന്നും പാകിസ്ഥാന് ഇനിയിപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ പാകിസ്ഥാനെ വിറളി പിടിപ്പിക്കുന്ന ഒരു തീരുമാനവും ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപയുടെ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ. സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സൈനിക ശേഷിയോട് പോലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. അപ്പോൾ ഇന്ത്യ പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപയുടെ വർധന കൂടി വരുത്തിയാൽ എന്തൊക്കെ തിരിച്ചടികളായിരിക്കും പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്നത്? ഇനി ഏതെല്ലാം ആയുധങ്ങളെ പാകിസ്ഥാൻ ഭയക്കേണ്ടി വരും? സപ്ലിമെന്ററി ബജറ്റിലൂടെ ആയിരിക്കും ഈ വർധനവുണ്ടാകുക എന്നും ഇതോടെ മൊത്തം പ്രതിരോധ വിഹിതം 7 ലക്ഷം കോടി കവിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഫെബ്രുവരി 1-ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ സായുധ സേനയ്ക്കായി റെക്കോർഡ് 6.81 ലക്ഷം കോടി രൂപ നീക്കിവെച്ചിരുന്നു. ഈ വർഷത്തെ വിഹിതം 9.2% ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വർദ്ധിപ്പിച്ച ബജറ്റ് വിഹിതത്തിന് അംഗീകാരം നൽകും. ഗവേഷണത്തിനും വികസനത്തിനും ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, മറ്റ് അവശ്യ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഈ തുക ഉപയോഗിക്കുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്.
2014 മുതൽ പ്രതിരോധത്തിന് മോദി സർക്കാർ വൻ പ്രാധാന്യമാണ് നൽകുന്നത്. മോദി സർക്കാർ ആദ്യമായി ഭരണത്തിൽ എത്തിയതിന് ശേഷമുള്ള ബജറ്റിൽ പ്രതിരോധ മന്ത്രാലയത്തിന് 2.29 ലക്ഷം കോടി രൂപ വർദ്ധിപ്പിച്ചിരുന്നു. എല്ലാ സർക്കാരുകളും അനുവദിച്ചതിനേക്കാൾ ഏറ്റവും ഉയർന്ന തുകയാണ് പ്രതിരോധ വകുപ്പിനായി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിനും പാക് അധീന കശ്മീരിലെയും ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം പാകിസ്ഥാനുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ബജറ്റ് വിഹിതം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഈ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ സംവിധാനവും ലോകത്തിനു മുന്നിൽ നമ്മുടെ പ്രതിരോധ കരുത്ത് വെളിപ്പെടുത്തുന്നതായിരുന്നു. രാജ്യത്തിൻ്റെ ഭാർഗവാസ്ത്രയും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഈ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചത്. ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മൈക്രോ റോക്കറ്റുകൾ ഈ ആഴ്ച ഒഡീഷയിലെ ഗോപാൽപൂരിലെ സീവാഡ് ഫയറിംഗ് റേഞ്ചിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരീക്ഷണവും വൻ വിജയമായിരുന്നു. പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത F-16 വിമാനങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ളതാണ് ആകാശ് മിസൈലുകൾ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത വേളയിലും ഇന്ത്യയുടെ സൈനിക കരുത്തിനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. അങ്ങനെ അടിമുടി ഇന്ത്യയിൽ നിന്ന് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക താവളങ്ങളും വ്യോമ കേന്ദ്രങ്ങളും ഒക്കെ തകർന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ മാധ്യമങ്ങൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.